Okay, our last class we are discussing about the invention and the inventors. Okay, the names of some inventors are given below. Write that they invented. അവർ എന്തൊക്കെയാണ് ഇൻവെന്റ് ചെയ്തത് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് വൺ ജെയിൽ ബേർഡ്, അതായത് ജോൺ ലോഗി ബേർഡ് ഈസ് ഇൻവെന്റഡ് ടെലിവിഷൻ. And next one K Macmillan is invented bicycle. Then third one G Marconi is invented radio. Fourth Charles Babbage invented computer, and refrigerator invented by Ferdinand Carey, and Alexander Graham Bell is invented telephone, and Thomas Alva Edison, he is invented electric bulb. Thomas Alva Edison invented electric bulb. Then Wright brothers, they are invented aeroplane. Wright brothers invented the aeroplane ആണ്. Clear? Then അതിന് മുമ്പേ എടുത്ത പോർഷൻ അത് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. അതിനു മുമ്പേ അമേസിംഗ് ആനിമൽ ഫാക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അത് സിമ്പിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരൊന്ന് ശ്രദ്ധിക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണത്. അമേസിംഗ് ആനിമൽ ഫാക്റ്റ്, കുറച്ച് ആനിമൽസിന്റെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഫാക്റ്റ് ആണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, an elephant eats about 150 kg of food every day. ഒരു എലഫന്റ് ദിവസവും 150 കിലോഗ്രാം ഭക്ഷണം കഴിക്കും. Then a Goliath frog can jump higher than a human. ഒരു ഗോലിയാത്ത് തവള അല്ലേ, ഒരു ഗോലിയാത്ത് എന്ന് പറയുന്ന ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഫ്രോഗ്. ആ തവളയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഹ്യൂമൻ ബീയിങ് ചാടുന്നതിനേക്കാൾ ഉയരത്തില് ജമ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. Then the egg of an ostrich weight as much as 25 eggs of a hen. ഒരു കോഴിയുടെ എന്താണ് 25 മുട്ടയുടെ അത്രയും വെയിറ്റ് ആണ് ഒരു ഓസ്ട്രിച്ചിന്റെ ഒരു എഗ്ഗിന് എന്നാണ് പറഞ്ഞത് അല്ലേ. ഒരു ഓസ്ട്രിച്ചിന്റെ ഒരു മുട്ട കോഴിയുടെ 25 മുട്ടയുടെ അത്രയും വെയിറ്റ് ഉണ്ടാകും. Then a stickleback fish build a nest like birds do. പക്ഷികൾ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാറുണ്ട്? ഒരു സ്റ്റിക്കിൾ ബാക്ക് ഫിഷ്. സ്റ്റിക്കിൾ ബാക്ക് ഇസ് നെയിം ഓഫ് ഫിഷ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫിഷ്. എന്താണ്? ഒരു തരം ഫിഷ് ആണ് അല്ലേ അത്. അതെന്ത് ചെയ്യും? ബിൽഡ് എ നെസ്റ്റ്, ഒരു കൂട് ഉണ്ടാക്കും. ലൈക്ക് ബേർഡ്സ് ഡു, പക്ഷികൾ ചെയ്യുന്ന പോലെ വെള്ളത്തിന്റെ അടിയിൽ അത് എന്ത് ചെയ്യും? കൂട് ഉണ്ടാക്കും, നെസ്റ്റ് ഉണ്ടാക്കും. Then a sloth sleeps for over 80 hours in a day. ഒരു സ്ലോത്ത്, സ്ലോത്ത് ഇസ് എ ടൈപ്പ് ഓഫ് ആനിമൽ അല്ലെ. അതെന്താണ്? ഒരു ആനിമൽ ആണ്, ഒരു മാമൽ ആണ്. അപ്പൊ അതെന്ത് ചെയ്യും? 18 മണിക്കൂർ ഉറങ്ങുമെന്നാണ് പറയുന്നത്. ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത് ഇല്ലേ. അതിൽ 18 മണിക്കൂറും ഈ സ്ലോത്ത് എന്താ ചെയ്യാ? ഉറങ്ങുകയാണ് ചെയ്യാറ്. Then a blue whale eat lakhs of tiny creatures called krill every day. അതായത് ഒരു ബ്ലൂ വെയിൽ അല്ലെ, ഒരു നീല തിമിംഗലം എന്ത് ചെയ്യും? ലാക്സ് ഓഫ് ടൈനി ക്രിയേച്ചേഴ്സ്, 1,00,000 ചെറുജീവികളെ ഭക്ഷണമായിട്ട് ഒരു ദിവസം 1,00,000 ചെറുജീവികളെ കഴിക്കുമെന്നാണ് പറയുന്നത്. അതായത് ടൈനി ക്രിയേച്ചേഴ്സ്, അതിനെയാണ് കോമൺ ആയിട്ട് ക്രിൽ എന്ന് പറയുന്നത്. അതായത് ജലത്തിന്റെ അടിയിൽ ഉണ്ടാകുന്ന ചെറിയ മത്സ്യങ്ങൾ അല്ലേ. ബ്ലൂ വെയിൽ എന്താണ്? ഇറ്റ് ഇസ് വെരി ബിഗ്. ബ്ലൂ വെയിൽ വളരെ വലുതാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ടൈനി ക്രിയേച്ചേഴ്സ്, ചെറു ജീവികളെ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ടൈനി ക്രിയേച്ചേഴ്സിനെ പൊതുവിലെ ക്രിൽ എന്നാണ് വിളിക്കുന്നത്. എന്താണ് മോളെ ആവണി? What happened? അൺമ്യൂട്ട് ചെയ്തേ. ആവണി അൺമ്യൂട്ട്. ഓക്കെ, ലിസൺ. അപ്പോ എ ബ്ലൂ വെയിൽ ഈറ്റ്സ് ലാക്സ് ഓഫ്, എന്താണ് മോളെ ആവണി? റേഞ്ച് പ്രോബ്ലം ഉണ്ട് തോന്നുന്നല്ലേ. എ ബ്ലൂ വെയിൽ ഈറ്റ്സ് ലാക്സ് ഓഫ് ടൈനി ക്രിയേച്ചേഴ്സ് കോൾഡ് ക്രിൽ എവറി ഡേ. എല്ലാ ദിവസവും എന്ത് ചെയ്യും? 1,00,000-ലധികം ക്രില്ലിന്. ക്രില്ല് എന്ന് വെച്ചാല് വെള്ളത്തിന്റെ അടിയിൽ ഉണ്ടാകുന്ന ചെറിയ ജീവികളെയാണ് ജനറലൈസ് ചെയ്ത് എന്ത് പറയുന്നത്? ക്രിൽസ് എന്ന് പറയുന്നത്. അപ്പൊ 1,00,000 ക്രില്ലുകളെ കഴിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് the tongue of a giant chameleon is longer than its body. ഒരു ചാംലൈനിന്റെ ബോഡി അതിന്റെ അതിന്റെ നാക്ക് അതിന്റെ ബോഡിയേക്കാൾ വലുതാണ് അല്ലേ. എന്താണത്? അത് ഒരു ഓന്തിന്റെ എന്താണ് നാക്ക് അതിന്റെ ശരീരത്തിനേക്കാൾ വലിയതാണ് എന്നാണ് പറയുന്നത്. ആവണി, എന്താണ് മോളെ പ്രോബ്ലം? What happened?
എന്താണ് അവണി? അവണിക്ക് എന്തോ നല്ല റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? എ ടങ് ഓഫ് എ ജാൻ ചാംലൈൻ ഈസ് ലോങ്ങർ ദാൻ ഇറ്റ്സ് ബോഡി. അതിന്റെ ശരീരത്തിനേക്കാൾ വലിയ നാവാണ് അതിന് ഉണ്ടാവുക അല്ലെ. അത് അതിന്റെ നാവ് കൊണ്ടാണ് എന്ത് ചെയ്യുക? സീക്കിംഗ് ഫുഡ് അല്ലേ, ഭക്ഷണത്തിന് അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ നാക്ക് കൊണ്ടാണ് അല്ലേ. നാക്ക് നീട്ടിയിരുന്നിട്ടാണ് ചെറിയ ജീവികളെയും പ്രാണികളൊക്കെ അത് കഴിക്കുന്നത്. Then a ring-tailed lemur uses his tail to communicate with other lemurs. Lemur is an animal. lemur എന്ത് ചെയ്യും? അതിന്റെ വാല് കൊണ്ടാണ് മറ്റ് ലെമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മളിപ്പോ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് എന്ത് പറയും? സംസാരിക്കും അല്ലെ. നമ്മുടെ വായ കൊണ്ട് സംസാരിച്ചിട്ട് നമ്മൾ, അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ ലെമർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വിത്ത് യൂസിങ് ദ ടെയിൽ, അതിന്റെ വാല് ഉപയോഗിച്ചിട്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ അതും ചേഞ്ച് ദ വേൾഡും നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഉള്ളത് ദ അയ്യർ ഫാമിലിയാണ്. അയ്യർ ഫാമിലി ഇറ്റ് ഈസ് വെരി സിമ്പിൾ. എന്താണ് അയ്യർ ഫാമിലി എന്ന് പറയുന്നത്? എന്താണ്? ഒരു ഫാമിലിനെ കുറിച്ച് അവിടെ കൊടുത്തു എന്നേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നമുക്ക് നോക്കാം അത്. ദിസ് ഇസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ആൻഡ് their 4 children. Vinita, Suraj are their own children. Arun and Diya are their adopted children. എന്താണ്? ഇതാണ് അയ്യർ ഫാമിലി. അയ്യർ ഇസ് എ ടൈപ്പ് ഓഫ് കാസ്റ്റ്. അതെന്താണ്? ഒരു കാസ്റ്റ് ആണ് അല്ലെ, ഒരു വിഭാഗം ആൾക്കാരാണ് അയ്യർ. നമ്മള് എന്താണ്, പല കാസ്റ്റും റിലീജിയനും ഒക്കെ ഉണ്ട്, അതുപോലെ ഒരു കാസ്റ്റ് ആണ് അയ്യർ. ആൻഡ് ഇതാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ, അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. മിസ്റ്റർ അപ്പൻ അയ്യർ ആൻഡ് മിസ്സസ് ലത അയ്യർ, ദേ ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവർ ഭാര്യയും ഭർത്താവുമാണ്. ആൻഡ് ദിസ് ഇസ് their ഫാമിലി, ഇതാണ് അവരുടെ ഫാമിലി. വിനീത ആൻഡ് സൂരജ് ആർ their own children. വിനീതയും സൂരജും എന്താണ്? അവരുടെ സ്വന്തം മക്കളാണ്. ഈ അയ്യരുടെയും മിസ്സസ് അയ്യരുടെയും മക്കളാണ് ആരൊക്കെ? വിനീത ആൻഡ് സൂരജ്. ആൻഡ് Arun and Diya are their adopted children. There are Arun and Diya. There are our adopted children. അവര് ദത്തെടുത്ത കുട്ടികളാണ് അല്ലെ, അഡോപ്റ്റ് ചെയ്ത കുട്ടികളാണ്. അവര് ദത്തെടുത്ത കുട്ടികളാണ് ദിയയും അരുണും. അവരുടെ സ്വന്തം കുട്ടികളാണ് സൂരജും വിനിതയും. ഇനി എന്താണ് അതിലത്തെ ഫാക്ട് എന്ന് നമുക്ക് നോക്കാം. അതൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല അല്ലെ. അയ്യരും അവരുടെ ഭാര്യയ്ക്ക് എത്ര കുട്ടികളുണ്ട് അതൊന്നുമല്ല. അതിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാണ് വേണ്ടത്. Then answer this question. First one, what is the combined age of Mr. and Mrs. Iyer? Mr. and Mrs. Iyer അവരുടെ combined age എത്രയാണ്? What is the combined age of Mr. and Mrs. Iyer? എന്താണെന്ന് മനസ്സിലായോ? എന്താണ് combined age എന്ന് വെച്ചാല്? കമ്പൈൻ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? കമ്പൈൻ അറിയാമോ? കമ്പൈൻഡ് ഏജ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, മിസ്റ്റർ അപ്പൻ അയ്യരുടെയും മിസ്സസ് ലത അയ്യരുടെയും വയസ്സുകൾ കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യുക എന്ന് വെച്ചാൽ അവരുടെ രണ്ടുപേരുടെയും വയസ്സ് കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. വാട്ട് ഇസ് ദ കമ്പൈൻഡ് ഏജ് ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ? രണ്ടുപേരുടെയും വയസ്സുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? അവരുടെ വയസ്സുകൾ കൂട്ടിയത് എത്രയാണ്? അവരുടെ രണ്ടുപേരും വയസ്സ് കൂട്ടിയാൽ കിട്ടുന്ന ഏജ് എത്രയാണ് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 52 + 48 is equal to 52 + 48. വെരി സിമ്പിൾ. 52 + 48 years. എത്രയാണ് ജുവൽ ആൻഡ് ജോമൽ? അറിയാമോ എത്രയാണ്? കിട്ടിയോ? പ്ലസ് ചെയ്യൂ. 52 + 48 അതിനെ ഒന്ന് പ്ലസ് ചെയ്യൂ മക്കളെ. എത്രയാണ്? ഓക്കെ, അലൻ ആണ് ആദ്യം കിട്ടിയത്. എത്രയാണ് അലൻ? 100. Yeah, 100. That is the right answer. 52 + 48 എത്രയാണ്? വളരെ സിമ്പിൾ ആണ്. എന്താണ്? 50 + 50 എത്രയാണ്? 50 + 50 100 ആണ്. അപ്പൊ 52 48 എത്രയാണ്? 50 ഒരു 2 എടുത്തിട്ട് 48ലേക്ക് ഇട്ടാ 50 ആയില്ലേ? 50 50 100 എത്ര പെട്ടെന്ന് കൂട്ടാം? 52 + 48 is equal to 100. രണ്ടുപേരുടെയും വയസ്സുകൾ കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. Then what is the combined age of all the children?
എന്താണ് വാട്ട് ഇസ് ദ കമ്പൈൻഡ് ഏജ് ഓഫ് ഓൾ ദ ചിൽഡ്രൻ? എല്ലാ കുട്ടികളുടെ വയസ്സുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? അപ്പൊ എന്ത് ചെയ്യണം? 40 പ്ലസ് 15 പ്ലസ് 17 പ്ലസ് 20. ഇതൊന്ന് കൂട്ടി നോക്കിയേ, ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 40 പ്ലസ് 15 പ്ലസ് 17 പ്ലസ് 20 is equal to how much? 84 ആർക്കാ കിട്ടി? 84. നോ എഡ്വിൻ, 84 അല്ല മോനെ. കിട്ടിയോ? ഓക്കെ, ജുവൽ ആൻഡ് ജോമൽ രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 66. Yes, 66 is right. അതായത് 14, 15, 17, 20 കൂട്ടിയാൽ എത്ര കിട്ടും? 66 കിട്ടും. 66 കിട്ടും. ഓക്കെ, ഒന്നുമില്ല, ആ ഏജുകൾ തമ്മിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. ബൈ ഹൗ മെനി ഇയേഴ്സ് ഇസ് വിനീത ഓൾഡർ ദാൻ ദിയ? വിനീത ദിയയേക്കാൾ എത്ര വയസ്സ് മൂത്തതാണ് അല്ലെ, എത്ര വയസ്സ് ഓൾഡർ ആണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വിനീതയ്ക്ക് 14 വയസ്സുണ്ട് ആൻഡ് ദിയയ്ക്ക് 20 വയസ്സുണ്ട്. അപ്പൊ 6. യെസ്, 6 ഇസ് ദ റൈറ്റ് ആൻസർ. യെസ്, 6 ഇയേഴ്സ് ഓൾഡർ. അപ്പൊ അവിടെ 6 എന്ന് എഴുതുക. 6. ആൻഡ് ഹൗ ഓൾഡ് വാസ് മിസ്സസ് അയ്യർ വെൻ സൂരജ് വാസ് ബോൺ? സൂരജ് ജനിക്കുമ്പോൾ മിസ്സസ് അയ്യർക്ക് എത്ര വയസ്സായിരുന്നു? ഹൂ ഇസ് മിസ്സസ് അയ്യർ? അയ്യർ, മിസ്സസ് അയ്യർ ആരാണ്? ലത അയ്യർ അല്ലേ, ദ വൈഫാണ് മിസ്സസ് അയ്യർ. മറ്റേതെന്താണ്? മിസ്റ്റർ അയ്യർ ആണ് അല്ലേ. മിസ്സിസ് എന്ന് പറയാൻ എന്താണ്? ഭാര്യമാരല്ലേ. ആ അയ്യറുടെ ഭാര്യയാണ് മിസ്സസ് അയ്യർ. അപ്പോ സൂരജ് ജനിക്കുമ്പോൾ മിസ്സസ് അയ്യർക്ക് എത്ര വയസ്സുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എന്ത് ചെയ്യണം നമ്മള്? 48 ആണ് മിസ്സസ് അയ്യറുടെ പ്രസന്റ് ഏജ്. അപ്പൊ സൂരജിന്റെ വയസ്സ് എത്രയാണ്? 17 വയസ്സാണ് സൂരജിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 48 മൈനസ് 17 ചെയ്യണം അല്ലേ. 48 നിന്ന് മൈനസ് ചെയ്യുക 17. സൂരജ് ജനിക്കുമ്പോഴുള്ള വയസ്സല്ലേ അറിയേണ്ടത്, അതായത് 17 വർഷം. ഓക്കെ, എഡ്വിൻ തോമസ് ഇസ് ദ 31 പറഞ്ഞിട്ടുണ്ട്. 31 ഇസ് ദ റൈറ്റ് ആൻസർ മോനെ എഡ്വിൻ. 31 ആണ് ഉത്തരം. അതായത് 48 നിന്ന് 17 കുറക്കണം. കാരണം സൂരജ് ജനിക്കുമ്പോൾ ഉള്ള വയസ്സാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ 17 വർഷം മുമ്പാണ് സൂരജ് ജനിച്ചത്. അപ്പൊ 48 നിന്ന് നമ്മൾ 17 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 31 കിട്ടും. യെസ്. Then how old was Mr. Iyer when Vinita was born? വിനീത ജനിക്കുമ്പോൾ മിസ്റ്റർ അയ്യർക്ക് എത്ര വയസ്സായിരുന്നു എന്നാണ്. വിനീതയ്ക്ക് 20 വയസ്സാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയോ ആർക്കെങ്കിലും? നമ്മള് 32 ആരാണ് പറഞ്ഞത്? ജോയൽ. 32 ആണ് കേട്ടോ ജോയൽ. 32 is the right answer. അപ്പൊ എന്താണ്? 32 ആണ് ആൻസർ. അതായത് 52 മൈനസ് 20 is equal to 32. ക്ലിയർ? അതായത് കമ്പൈൻഡ് ഏജ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ടുപേരുടെയും വയസ്സുകൾ കൂട്ടിയാൽ എത്ര കിട്ടും? 100. ആൻഡ് വാട്ട് ഇസ് ദ കമ്പൈൻഡ് ഏജ് ഓഫ് ഓൾ ദ ചിൽഡ്രൻ? എല്ലാ കുട്ടികളുടെയും വയസ്സ് കൂട്ടിയാൽ എത്ര കിട്ടും? 66. Then by how many years is Vinita older than Diya? വിനീത ദിയേക്കാൾ എത്ര വയസ്സ് ഓൾഡർ ആണ്? 6. And how old was Mrs. Iyer when the Suraj was born? സൂരജ് ജനിക്കുമ്പോൾ മിസ്സസ് അയ്യരുടെ വയസ്സ് എത്രയായിരുന്നു? എന്താണ് നിദ ഫാത്തിമ? മൂന്നാമത്തെ എന്താണ്? ബൈ ഹൗ മെനി ഇയേഴ്സ് ഇസ് വിനീത ഓൾഡർ ദാൻ ദിയ? വിനീത ദിയയേക്കാൾ എത്ര വയസ്സ് മൂത്തതാണ്? ദിയക്ക് എത്രയാ വയസ്സ് മോളെ? ദിയയുടെ വയസ്സ് നോക്കിയേ. 14. And how much old is Vinita? 20. അപ്പോ വിനീത ദിയേക്കാൾ എത്ര വയസ്സ് ആണ് ഓൾഡർ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ആൻസർ?
14നോട് 6. യെസ്, 6. അപ്പൊ 6 ആണ് അതിന്റെ ആൻസർ. എന്താണ് അലൻ? നാലാമത്തെ പറഞ്ഞുതരുമോ? 4. ഹൗ ഓൾഡ് വാസ് മിസ്സിസ് അയ്യർ വെൻ സൂരജ് വാസ് ബോൺ? സൂരജ് ജനിക്കുമ്പോൾ മിസ്സിസ് അയ്യർക്ക് എത്ര വയസ്സാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സൂരജിന് ഇപ്പൊ വയസ്സ് 17 ആണല്ലേ. മിസ്സിസ് അയ്യർക്ക് എത്ര വയസ്സുണ്ട്? മിസ്സിസ് അയ്യർക്ക് 48. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 17 വർഷം മുമ്പ് മിസ്സിസ് അയ്യർക്ക് എത്ര വയസ്സാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മള് 48, ഇപ്പൊ 48 ആണല്ലേ. 48ന്ന് 17 കുറക്കണം. അപ്പൊ എത്ര കിട്ടും? 31 കിട്ടും. 31 ആണ് കേട്ടോ മോനെ ആൻസർ. അല്ലേ, 31. 48ൽ നിന്ന് 17 കുറച്ചാൽ 31 ആണ് കിട്ടുക. ക്ലിയർ? അപ്പൊ അത് ക്ലിയർ ആയോ? ഏതെങ്കിലും കിട്ടാനുണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പോർഷൻ കൂടി നോക്കാം അല്ലേ. നെക്സ്റ്റ് കൂടെ ഒന്ന് നോക്കാം. അതും എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള നോക്കാം. പോവാമല്ലേ? നോക്കാമല്ലേ? ആവണിക്ക് എന്തോ പറയാനുണ്ട്. ആവണി നേരത്തെ എന്തോ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. എന്താണ് മോളെ ആവണി? അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യോ ആവണി? മിസ് രണ്ടാമത്തെ പറഞ്ഞു തരുവാ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണോ? വാട്ട് ഇസ് ദ കമ്പൈൻഡ് ഏജ് ഓഫ് ഓൾ ദ ചിൽഡ്രൻ? അതാണോ? യെസ്. എല്ലാ കുട്ടികളുടെയും വയസ്സ് കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ കമ്പൈൻഡ് ഏജ് ഓഫ് ഓൾ ദ ചിൽഡ്രൻ? കമ്പൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ കുട്ടികളുടേതും കൂട്ടിയാൽ എത്ര കിട്ടും? കമ്പൈൻഡ് ഏജ്. വാട്ട് ഇസ് ദ കമ്പൈൻഡ് ഏജ് ഓഫ് ഓൾ ദ ചിൽഡ്രൻ? അതായത് 14 പ്ലസ് 15 പ്ലസ് 17 പ്ലസ് 20 ഈസ് ഈക്വൽ ടു 66. 66 ആണ് കേട്ടോ. 66. ക്ലിയർ? 66, 66. എല്ലാ കുട്ടികളുടെയും വയസ്സ് തമ്മിൽ കൂട്ടിയാൽ 66 ആണ് കിട്ടുക. എന്താണ് മോനെ ജെവിൻ? ജെവിൻ അൺമ്യൂട്ട് ചെയ്യൂ. ജെവിൻ, ഞാൻ ഇപ്പോഴാണ് ക്ലാസ്സിൽ കയറിയത്. ഇപ്പോഴാണ് കയറിയത് അല്ലേ? കുറെ സമയമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? കിട്ടിയില്ല അല്ലേ? ഞാൻ ഇപ്പോഴാണ് ക്ലാസ് കയറിയത്. ഓക്കെ ഓക്കെ ജെവിൻ, മനസ്സിലായി മോനെ. കുറെ സമയമായിട്ട് മോൻ കയറാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? കിട്ടാത്തോണ്ടാണോ? യെസ്, പറയൂ മോനെ ജെവിൻ. എന്താണ് മോനെ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ, ലിസൺ. അപ്പോ എന്ത് ചെയ്യാ? നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. അതിന് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പൊ ലേറ്റ് ആയിട്ട് കയറിയവർ എന്ത് ചെയ്യാ? യൂട്യൂബ് ക്ലാസ് നിർബന്ധമായി ഒന്ന് കാണണേ. അതിന്റെ ആൻസേഴ്സ് നമ്മളിപ്പോ പറഞ്ഞു. കിട്ടാത്തവർ എന്ത് ചെയ്യണം? യൂട്യൂബ് ക്ലാസ് കൂടെ ഒന്ന് കാണണേ. എന്താണ് ഷാമ? എന്താണ്? മിസ് എല്ലാവരും ഒന്ന് മിട്ടാക്കോ? മിസ് ക്ലിയർ ആവുന്നില്ല. എല്ലാവരും ഓൾമോസ്റ്റ് മ്യൂട്ട് ആണ് മോളെ. ഒന്നോ രണ്ടു പേര്. ക്ലിയർ? ഷമ? ഓക്കെ, ലിസൺ. അപ്പൊ നമ്മള് അത് ജെവിൻ മോന യൂട്യൂബ് ക്ലാസ് ഒന്ന് കാണണേ. അത് വേണമെങ്കിൽ ജസ്റ്റ് അതിന്റെ ആൻസേഴ്സ് ഒന്ന് പറയാം. വാട്ട് ഇസ് ദ കമ്പൈൻഡ് ഏജ് ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ? മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യറുടെ വയസ്സുകൾ കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ്. മിസ്റ്റർ അപ്പൻ അയ്യർ 52 ഇയേഴ്സ് ആൻഡ് മിസ്സിസ് ലത അയ്യർ 48 ഇയേഴ്സ്. രണ്ടും കൂടെ കൂട്ടിയാൽ 100 കിട്ടും. ഫസ്റ്റ് വൺ 100 ആണ്. ആൻഡ് വാട്ട് ഇസ് ദ കമ്പൈൻഡ് ഏജ് ഓഫ് ഓൾ ദ ചിൽഡ്രൻ? ഫോർ കമ്പൈൻഡ് ഏജ് ഓഫ് ഓൾ ദ ചിൽഡ്രൻ, എല്ലാ കുട്ടികളുടെയും വയസ്സുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? ദാറ്റ് മീൻസ് 14 പ്ലസ് 15 പ്ലസ് 17 പ്ലസ് 20 is equal to 66. 66. Then by how many years is Vinitha older than Diya? വിനീത ദിയയേക്കാൾ എത്ര വയസ്സ് ഓൾഡർ ആണ്? എത്ര വയസ്സ് കൂടുതലാണ് വിനീതയ്ക്ക്? അതായത് 14നോട് എത്ര കൂട്ടാൽ 20 കിട്ടും? അല്ലെങ്കിൽ 20 മൈനസ് 14 is equal to 6 ആണ് അതിന്റെ ആൻസർ. 6 വയസ്സ് ഓൾഡർ ആണ്. Then
ഹൗ ഓൾഡ് വാസ് മിസ്സസ് അയ്യർ വെൻ സൂരജ് വാസ് ബോൺ? സൂരജ് ജനിക്കുമ്പോൾ മിസ്സിസ് അയ്യർക്ക് എത്ര വയസ്സായിരുന്നു? അതായത് കറന്റ് ഏജ് ഓഫ് മിസ്സിസ് അയ്യർ ഈസ് 48 ആൻഡ് 48 മൈനസ് 17 17 അല്ലെ, 17 വർഷങ്ങൾ മുമ്പ് എത്ര വയസ്സായിരുന്നു എന്നാണ്. അപ്പോ 31. ആൻഡ് ഹൗ ഓൾഡ് വാസ് മിസ്റ്റർ അയ്യർ വെൻ വിനീത വാസ് ബോൺ? വിനീത ജനിക്കുമ്പോൾ മിസ്റ്റർ അയ്യർക്ക് എത്ര വയസ്സാണ്? അതായത് ദ കറന്റ് ഏജ് ഓഫ് മിസ്റ്റർ അപ്പൻ അയ്യർ ഈസ് 52 years and minus 20. 52 years minus 20 is equal to 32. Okay, clear? Okay, then നമുക്ക് next നോക്കാം. Guess the word. Write one word for each group. Choose from the box. ഈ ബോക്സിൽ നിന്ന് നോക്കിയിട്ട് ഇവിടെയുള്ള ഈ വേർഡ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വൺ വേർഡിൽ ഒറ്റ ആൻസർ ചെയ്യണം. അതായത് ഇതിനെയൊക്കെ ജനറലൈസ് ചെയ്ത് ഒരു പേര് നമ്മൾ കൊടുക്കണം. അതെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ബ്രാക്കറ്റിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? കറൻസി, ബിവറേജസ്, സെറൽസ്, ഫർണിച്ചർ, കളേഴ്സ്, കട്ട്ലറി, ഇൻസെക്ട്സ്, ഡാൻസസ്, പ്ലാന്റ്സ്, സ്റ്റേഷനറി, ലിനൻ, ബേർഡ്സ്, ടൂൾസ്. ഇത്രയും തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് നോക്കാം അല്ലെ. ടീ, കോഫി, കോൾഡ് കോഫി, ജ്യൂസ്. ഇതിനെ ജനറലൈസ് ചെയ്ത് ബിവറേജസ് എന്ന് പറയും. ഇതിനെ ബിവറേജസ് എന്നാണ് പറയാറ് ഈ ഐറ്റംസിനെയൊക്കെ. അതായത് ചായ, കോഫി, ജ്യൂസ് ഇതിനൊക്കെ മൊത്തത്തിൽ നമ്മൾ എന്ത് പേരാണ് പറയാ? ബിവറേജസ് എന്നാണ് പറയാ. ദെൻ നാപ്കിൻ, ബെഡ്ഷീറ്റ്, ടവൽ, പില്ലോ കവർ. നാപ്കിൻ, ബെഡ്ഷീറ്റ്, ടവൽ, പില്ലോ കവറിന് നമ്മൾ ലിനൻ എന്നാണ് പറയാറ്. ലിനൻ. ലിനൻ അല്ലേ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ദെൻ നമുക്കൊരു കാര്യം ചെയ്യാം. ബാക്കി വരുന്നത് നമുക്ക്